ഇന്ന് പുളിയുറുമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാവാം. ഇവിടെ മലബാറിൽ പുളിയുറുമ്പിന് നീറ് എന്നുകൂടി ഒരു വിളിപ്പേരുണ്ട്. മണ്ണിരയെ പോലെ തന്നെ കർഷകനൊരു ഉപകാരിയാണ് പുളിയുറുമ്പ്. പുളിയുറുമ്പിൻ്റെ കൂടുള്ള മരങ്ങളിലെ പഴങ്ങൾ ഏറ്റവും ഭക്ഷ്യയോഗ്യമായി കണക്കാക്കാം. ചെറിയ കീടങ്ങളെ പുളിയുറുമ്പ് വേട്ടയാടി ഭക്ഷണമാക്കി മാറ്റും. ഇലകൾ തിന്ന് നശിപ്പിക്കുന്ന വിവിധ പ്രാണികളുടെ ലാർവകളാണ് പുളിയുറുമ്പിൻ്റെ പ്രധാന ഭക്ഷണം. സസ്യഭുക്കുകളായ വലിയ ജീവികളും പുളിയുറുമ്പിൻ്റെ കടി പേടിച്ച് അവ താമസിക്കുന്ന മരങ്ങൾ ഒഴിവാക്കിവിടും. ഫലത്തിൽ പുളിയുറുമ്പ് ഒരു കീടനാശിനിയായി പ്രവർത്തിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ കീടനിയന്ത്രണത്തിലുള്ള ഒരു പ്രകൃതിദത്ത മാർഗമായി ഇവയെ ഉപയോഗിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ കശുമാവ് കർഷകർ തേയില കൊതുകുകളെ നിയന്ത്രിക്കുന്നതിനായി പുളിയുറുമ്പുകളെ ഉപയോഗിക്കുന്നുണ്ട്. ചില മരങ്ങളിൽ ഇവയുടെ കൂട് വിപരീത ഫലം ചെയ്യും. പുളിയുറുമ്പിൻ്റെ ആക്രമണം പേടിച്ച് പരാഗണം നടത്തുന്നതും വിത്ത് വിതരണം ചെയ്യുന്നതുമായ ജീവികൾ വരാതെ ആവും. പ്രാണികളെ ഭക്ഷിക്കുന്ന രാജ്യങ്ങളിൽ പുളിയുറുമ്പ് വില കൂടിയ ഒരു ഭക്ഷ്യവിഭവമാണ്. ഭക്ഷണാവശ്യത്തിന് ഉറുമ്പുകളെയും ലാർവകളെയും ചില രാജ്യങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്.